ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മേജൽ. ഇന്നൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടേക്ക് പോവാം ഫ്രണ്ട്സ്. ഇതൊരു ഈവനിങ് വ്ളോഗാണ്. ബട്ട് ഈവനിങ്ങിൻ്റെ ടൈം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇരുട്ടാ 6:59 കറക്റ്റാണോ എന്ന് ഞാൻ നോക്കട്ടെ. യെസ്, കറക്റ്റ് 6:59. അപ്പം സ്കൂളിൽ വിട്ട് വന്ന് ഞങ്ങൾ കുറേ നേരം കുർബാനയൊക്കെ കൂടുമായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് കുറേ സമയം പോയി. അപ്പം നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ടൈം ടേബിൾ ഇപ്പം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇത് മൊത്തത്തിൽ ശോകം പിടിച്ച ഡേ ആയിരുന്നു. ഭയങ്കര ഒരു ഇതില്ലാത്ത ഡേ ആയിരുന്നു. അപ്പം ഞാൻ കുളിച്ചില്ല, കാരണം ഞാൻ പറഞ്ഞില്ല, വന്നപ്പോൾ തന്നെ കുർബാനയൊക്കെ കൂടി വന്ന ഡ്രസ്സൊക്കെ പെട്ടെന്ന് മാറി കുർബാനയൊക്കെ കൂടി, പിന്നെ ഭജനമൊക്കെ കൂടി. അങ്ങനെ കുറേ ഒരു 6-6:30 വരെ അങ്ങനെ സമയം പോയി. പിന്നെ ട്യൂഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് സിമ്പിളായിരുന്നു. അല്ലെങ്കിൽ ട്യൂഷന് പോക്കും ഒക്കെ ഭയങ്കര ഇതായേനെ. ഇനി പോയി കുളിക്കണം. കുരിശ് വരാം. ഫസ്റ്റ് എൻ്റെ റഫ് ബുക്കാണ്. പിന്നെ അതൊക്കെ പഠിപ്പിച്ചേ. ഇന്ന് സയൻസ് എന്ന് പഠിപ്പിച്ചേ. സയൻസ് വന്നു എന്ന് എനിക്കറിയാം, എന്തോ പഠിപ്പിച്ചു, പക്ഷേ എന്താ മറന്നു. എനിക്ക് നോക്കണം. എന്താ ഇത് സയൻസ് വായിപ്പിച്ചത്. ഇപ്പം വായിച്ചു വിട്ടേക്കാം. ഇംഗ്ലീഷിൽ നിന്ന് സിസ്റ്റർ വന്നു. സിസ്റ്റർ കമ്പ്യൂട്ടറൊക്കെ നോക്കി. സോഷ്യൽ സയൻസ് വായിച്ചതേ ഉള്ളൂ, പക്ഷേ നോട്ട് തയ്പ്പിച്ചില്ല. പക്ഷെ നോട്ട് പഠിക്കാണ്ട് എഴുതിയത്രയും നോട്ട്സ് നമുക്ക് പഠിക്കാൻ ഉണ്ട്. ഇതാണ് നഗ്ന സത്യം. പിന്നെ മാത്സ് ഉണ്ട്. എൻ്റെ പിന്നെ മാത്സ് ഉണ്ട്. മലയാളവും ചാപ്റ്റർ വായിക്കാം. അപ്പം ഇംഗ്ലീഷ് കഴിച്ച് ബാക്കി എല്ലാം ഉണ്ടല്ലേ. പിന്നെ ആർട്ട് സ്വന്തം അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. യെസ് ഗൈസ്, 5 നോട്ട് നോക്കി. അതൊക്കെ ഭയങ്കര റയറായിട്ട്. ഇതൊക്കെ എന്താ 2017 സംതിങ് എന്താ കണ്ടിട്ട്. ഇതിനകത്ത് ഇയർ ഒന്നും കൊടുത്തു. ഇയറൊക്കെ കൊടുത്തുകൂടി. വർഷം കൊടുത്തിട്ടില്ലേ. ഇത് ചിലവരുടെ കൈ മാത്രമേ. എൻ്റെ ഇത് കൂട്ട് 3-5 അപ്പം എന്തായാലും എനിക്ക് എന്തോ അയറിൻ്റെ ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി. അമ്മ ഞാൻ ആ സാധനം തന്നായിരുന്നോ? ആ ഫോട്ടോസ്റ്റാറ്റ് തന്നായിരുന്നോ? അവിടെ അയറിൻ്റെ ആധാറിൻ്റെ നന്നായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ നഖമൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇത് ഇങ്ങനെ അതോ നഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. നഖമൊക്കെ ഒരുമാതിരി ഇതൊക്കെ നന്നായി വളർന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഇത് സൂപ്പർ സാധനമൊക്കെ സൂക്ഷിച്ചേക്കുന്നു. അത് അത് വേറെ കിട്ടില്ല. എൻ്റെ ബാഗ് ഇതല്ല, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിലവിൽ ഞാൻ കൊണ്ടുപോകുന്ന ബാഗ്. പക്ഷേ ഇത് എൻ്റെ ബാഗല്ല, അവളുടെ ബാഗ്, അയറിൻ്റെ ബാഗാണ്. എൻ്റെ ബാഗ് ഭയങ്കര വലുത്, മറ്റേ ട്രോളി ആയതുകൊണ്ട് ചെറിയൊരു ഇത്. അപ്പം അത് മുകളിലേക്ക് കയറ്റി ഞാനിപ്പോൾ ഇതാ കൊണ്ടുപോയി. ഇതിപ്പോൾ എൻ്റെ നിലവിൽ ഞാൻ എടുക്കുന്നു. ഞാൻ ഇത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്കും ബാഗ് കിടക്കുന്നു. പിന്നെ ഞാൻ ഇത് കളിയായിരുന്നു. ഫ്രീ പീരീഡൊക്കെ കിട്ടുമ്പം ഇത് കയ്യിലും കാലിലൊക്കെ കുത്തിയിട്ട്. ഇന്ന് എന്നായിരുന്നു അമ്മയല്ല എമി എന്നൊരു കൊച്ചുണ്ട്. അവളുടെ കയ്യിൽ മുട്ട ഒത്തിരി സാധനം. സംഭവം ഒരു കല്ല, ഈ നമ്മുടെ മറ്റേ വെള്ളറ കല്ല് പോലത്തെ ഇല്ലേ, അതിൻ്റെ തന്നെ സെയിം മുട്ടയുടെ ഷേപ്പ്, സെയിം മുട്ടയുടെ കളറ്, അങ്ങനെ ഒരു കല്ല് പോലത്തെ കല്ലല്ല, പക്ഷെ മുട്ടയുടെ സംഭവം തന്നെ ഒരു കട്ടി പോലത്തെ സാധനം. ഞങ്ങളിപ്പോൾ ഇവള് മുട്ട കൊണ്ടിട്ട് ഇവളെന്തിനാ മുട്ട പറഞ്ഞത്. അപ്പം അതിൽ പറയുന്ന അവള് പറഞ്ഞതറിയോ, മാർക്ക് കിട്ടില്ലേ ആ മുട്ട ഇത് ഭയങ്കര രസമാണ്. ഞങ്ങളത് എന്നിട്ട് ആ മുട്ട കിട്ടി ഞങ്ങളിങ്ങനെ കൂട്ടി കളിക്കുമായിരുന്നു. അത് ഞങ്ങൾ ഫ്രീ പീരീഡ് പാടില്ല മുട്ട ഇങ്ങനെ. എൻ്റെ അടുത്തൊരു എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ ഇങ്ങനെ മുട്ട പിടിക്കുന്നു. ഇങ്ങനെ കറക്റ്റ് സൗണ്ടൊക്കെ. ഇപ്പം എന്താ ചെയ്യാം, എല്ലാം എടുത്തു വെച്ചു. ബട്ട് ഒരു മുല്ല
നമുക്ക് എഴുതാനുള്ളത് വല്ലതും ഉണ്ടോ നോക്കാമേ. മാത്സ് യെസ് ഉണ്ട്. ഹിന്ദി എഴുതാനുണ്ട്. നാളെ ഹിന്ദി പേരുണ്ട്. മിസ് തന്നെ ചോട്ട് പോകാം. നമുക്ക് എടുക്കമോ? ഇതെന്താണ് ഈ കപ്പ് കണ്ട് ഗൈസ്? എനിക്ക് എൻ്റെ അമ്മ ഗിഫ്റ്റ് തന്നു ബർത്ത്ഡേക്ക്. എൻ്റെ താജ്മഹലൊക്കെ സൂപ്പറല്ലേ? അസൂയ അസൂയ. അയറിന് ബർത്ത്ഡേ മാർച്ച് 22 ആണ്. ഇനി എത്ര മാസം ബർത്ത്ഡേ? ഫെബ്രുവരി മാർച്ച് 2 മാസമുള്ള അയറിൻ്റെ ബർത്ത്ഡേക്ക്. അയറിൻ്റെ ബർത്ത്ഡേ ഇന്നല്ല, 2 മാസം കഴിഞ്ഞ്. 2 മാസം നാളെ കഴിഞ്ഞു. കൊള്ളാം കൊള്ളാം. 2 മാസം ബർത്ത്ഡേ ആകുമ്പോൾ ഞാൻ പറയാം. അയറിൻ്റെ ബർത്ത്ഡേ എന്നാണ്. എന്നെക്കാട്ടിലും പൊക്കാൻ പറ്റുമോ?